ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഉള്ളിയുടെ പൂവാണ്. നല്ല രസമുണ്ട്. ഇത് ഞാൻ വിൽക്കുവാറില്ലയോ, റോസിൻ്റെ താഴെ ഞാൻ ഓരോരെണ്ണം ഉള്ളി നമ്മുടെ ഇപ്പം കുറച്ച് സമയം മുമ്പേ ഉള്ളിൽ മൊത്തം കിളിച്ച് വരത്തില്ലയോ, അപ്പോൾ ഞാൻ ഒന്നെടുക്കും, ആ ഉള്ളി മൊത്തം ഞാൻ ഓരോ റോസിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കും. അപ്പോൾ ഈ റോസിനും നല്ലതാണ്, ഇതിൻ്റെ പൂ കണ്ടാലും നല്ലതാണ്. പിന്നെ ഇപ്പം നോക്കി, ഇതിനകത്ത് സീഡ് ഇപ്പം ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല രസമാണ്. ഞാൻ എന്തെടുക്കും, ഒത്തിരി ഉള്ളി ഒരുമിച്ച് കൊണ്ടുവെക്കും. അപ്പോൾ അതിൻ്റെ പൂ വരുമ്പോൾ നല്ല രസമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചെയ്ത് നോക്കണം. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പം സീഡ്സ് എല്ലാം ഇപ്പം ഇത് ആയി കഴിയും. ഇതിനകത്ത് തന്നെത്താനെ നിങ്ങൾ അത് ഉണക്കിയെടുക്കണം. അപ്പോഴേ അതിൻ്റെ അടുത്ത വർഷം നിങ്ങൾക്ക് എപ്പോഴേലും പാകാനില്ലയോ, അത് നല്ല ഹെൽത്തി ഓനിയൻ വരും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പാകിയത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വേറെ വീഡിയോ ഉണ്ടാക്കി തരാം. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഉള്ളിയുടെ ഇങ്ങനെ ഒരു പൂ ഇങ്ങനെ കിട്ടും. അപ്പം അതിനകത്ത് നിന്ന് നമുക്ക് ഒത്തിരി ഉള്ളി ഉണ്ടാക്കാം കിട്ടും. പിന്നെ അതുപോലത്തെ നിങ്ങൾക്ക് ഉള്ളി വേണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ ഇങ്ങനെ ഉള്ളി ഇലയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എന്തിനാ അറിയാമോ ഇതിനകത്ത് ഇത് വെക്കുന്നേ, ഇതിനകത്ത് നിന്ന് ഞാൻ ഇപ്പം നോക്കിയിട്ടുണ്ട്. ഇത് ഉള്ളി വച്ചാൽ അതിൻ്റെ താഴെ നിന്ന് ഒരു ഗ്യാസ് വന്നിട്ട് അവർക്ക് ആ ഗ്യാസ് നമ്മുടെ റോസ് പ്ലാന്റിന് നല്ലതാണ്. അതെന്താണെന്നറിയാമോ, അതിനകത്ത് കൂടുതൽ പുഴുവും പിടിക്കത്തില്ല. ആ ഉള്ളിയുടെ എന്താ ഫെർട്ടിലൈസർ അത് ഇവർക്കും കിട്ടും. അങ്ങനെ അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ. പൂ കണ്ടാലും നല്ലതല്ലയോ.